മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്ന ചിത്രം എന്നതിനാൽ തന്നെ ബറോസിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ക്രിസ്മസ് ദിനമായ നാളെയാണ് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായ ചിത്രത്തിന്റെ പ്രിവ്യൂ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നിരുന്നു. സംവിധായകൻ മണിരത്നം, നടി രോഹിണി, നടൻ വിജയ് സേതുപതി തുടങ്ങിയവർ ഷോയിൽ പങ്കെടുത്തിരുന്നു. ഈ പ്രിവ്യൂ ഷോയിൽ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രിവ്യൂ ഷോയിന് ശേഷം നിരവധി പേരാണ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത്. അതിൽ കൂടുതലും കുട്ടികളുടെ വാക്കുകൾ ഗംഭീരമായിരുന്നു. ആരെയാണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സിനിമ അവരിലേക്ക് ചിത്രം എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു ജെന്യുവിൻ റിവ്യൂ കാണുമ്പോൾ പറയാൻ കഴിയും. സിനിമയിലെ കഥാപാത്രങ്ങളും 3D എഫക്ട്സുകളും എല്ലാം നന്നായി ഇഷ്ടപ്പെടുമെന്നും ബറോസ് കുടുംബസമേതം കാണാൻ സാധിക്കുന്ന സിനിമയായിരിക്കുമെന്നും വിജയ് സേതുപതി പറയുകയുണ്ടായി. സിനിമയുടെ കഥയും ക്യാമറ വർക്കിനെയും മോഹൻലാലിന്റെ സംവിധാന മികവിനെയും എല്ലാം നടി രോഹിണി പ്രകീർത്തിച്ചു. ബറോസ് പ്രധാനമായും കുട്ടികൾക്കായുള്ള സിനിമയാണെന്നും ഒരു ദൃശ്യവിരുന്നാണെന്നുമാണ് പ്രിവ്യൂ ഷോ കണ്ടതിന് ശേഷം പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. ഒരു ഹോളിവുഡ് സിനിമ കണ്ടിറങ്ങിയ അനുഭവമാണ് സിനിമ സമ്മാനിച്ചത് എന്നും ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുകയും ചെയ്തു. കുട്ടികളെല്ലാം ഗംഭീരമായ വാക്കുകളാണ് ബറോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായി കാണേണ്ടതും. അതിനൊപ്പം തന്നെ ഇന്നേ ദിവസം മലയാളികളുടെ സ്വന്തം മോഹൻലാലിന് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക ആശംസകളുമായി എത്തിയെന്നതാണ്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന് ആശംസകളുമായി മമ്മൂട്ടി. ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ബറോസ് എന്ന സിനിമയ്ക്ക് ഉതകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മമ്മൂട്ടി പറയുകയുണ്ടായി. ഇത്രകാലം അഭിനയസിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിന്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭമാണ് ബറോസ്. ഈ കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നു. പ്രാർത്ഥനകളോടെ സ്നേഹം, സ്വന്തം മമ്മൂട്ടി എന്ന് മമ്മൂട്ടി കുറിക്കുകയാണ്. ബറോസ് എന്ന ചിത്രത്തിന് എങ്ങും മികച്ച അഭിപ്രായമാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രിവ്യൂ ഷോ നടന്നതിന് ശേഷം ലോക്കൽ പ്രേക്ഷകർ പോലും ഗംഭീരമായ റെസ്പോൺസ് നടത്തി എന്നത് ആ പ്രിവ്യൂ ഷോയിന് ശേഷമുള്ള അവരുടെ റെസ്പോൺസിൽ നിന്നും വ്യക്തവുമാണ്. ബറോസ് എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ മികച്ചൊരു അഭിപ്രായത്തിന് ശേഷം ഗംഭീര റെസ്പോൺസാണ് ബുക്കിംഗിലും രേഖപ്പെടുത്തിയത്. ചിത്രം 1 കോടി പ്രീസെയിലിൽ മറികടന്നു എന്ന വിവരങ്ങൾ കൂടി ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പങ്കുവയ്ക്കുകയാണ്. ബറോസ് ഏതാണ്ട് 721 ഷോകളിൽ നിന്നും 1.03 കോടി മറികടന്നു എന്ന വിവരങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. വേൾഡ് വൈഡ് അഡ്വാൻസിൽ 2 കോടിക്കടുത്ത് ചിത്രം എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നു. ബറോസിന്റെ 3D വിഷ്വൽസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയത്. കൂടാതെ വിഷ്വൽ എഫക്ട്സും ഗംഭീരമായിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു. 3D ഒക്കെ ഗംഭീരമായി എന്നതാണ് അവരുടെ വാക്കുകൾ. കൂടാതെ VFX മികച്ചതായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയുമ്പോൾ ടെക്നിക്കൽ ക്വാളിറ്റി ഈ ചിത്രത്തിൻ്റെത് ടോപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ സ്ക്രീൻ പ്ലേയും മോഹൻലാലിന്റെ ഡയറക്ഷനെയും കുറിച്ചാണ് ചില മികച്ച റിപ്പോർട്ടുകൾ വന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ, കുട്ടികൾക്ക് ഒരു സന്ദേശം നൽകുന്ന സിനിമ എന്നൊക്കെ രീതിയിൽ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. കൂടുതലും ആൾക്കാർ ആ ഒരു മേഖലയിൽ നിന്നാണ് ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഇനി എന്തായാലും ബറോസിനെ കുറിച്ച് നമ്മൾ അറിയാൻ പോകുന്നത് നേരിട്ട് തന്നെയാണ്. നാളെ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ വിശദമായി തന്നെ നമുക്ക് അറിയാൻ കഴിയും. അഡ്വാൻസ് സെയിലിൽ ബറോസ് ഗംഭീര പ്രതികരണമാണ് നേടുന്നത് എന്ന് നേരത്തെ തന്നെ മീഡിയകൾ വാർത്തകൾ നൽകിയിരുന്നു. മികച്ച പ്രതികരണമാണ് ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടുന്നത്. പ്രമുഖ സെന്ററുകളിലെല്ലാം നാളത്തെ ഷോകളിൽ വലിയൊരു ശതമാനം ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. പ്രമുഖ ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ചിത്രം കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയിരിക്കുന്നത് 1 കോടിക്ക് മുകളിലാണ്. 184 രൂപ ആവറേജ് ടിക്കറ്റ് തുക വെച്ചിട്ടാണ് കളക്ഷൻ കണക്കാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 17 ഷോകളും ഇവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടി ചേർത്തുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പുറത്തുവിട്ടിരുന്നു. ബാക്ക് സീറ്റ് കൂടി പരിഗണിക്കുമ്പോൾ ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയിരിക്കുന്നത് 1 കോടിക്ക് മുകളിലുള്ള കണക്കാണെന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. ഭയങ്കര വലിയ ട്രാക്കിംഗ് ഒക്കെയാണ് ബറോസിന് വേണ്ടി ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് പുരോഗമിക്കുന്നതിനാൽ ഫൈനൽ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ അറിയാൻ രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും.